ആമസോൺ വനത്തിൽ ജുദൂട്ടി പാരാമേഖലയിൽ ഒരു ബോട്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനം മാധ്യമ ശ്രദ്ധ നേടുന്നു. പോപ്പ് ഫ്രാൻസിസ്കോ ഹോസ്പിറ്റൽ എന്ന പേരിലാണ് ബോട്ട് അറിയപ്പെടുന്നത്. ബ്രസീലിലെ ആമസോൺ നദിയുടെ തീരത്ത് ആളുകളുടെ ആരോഗ്യവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കായി സിസ്റ്റർ മാർസിയ ലോപ്സാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 10 ഡോക്ടർമാരും 2 ദന്ത ഡോക്ടർമാരും ഒരു വൈദികനുമുള്ള 35 പേരടങ്ങുന്ന ഒരു സംഘവും ബോട്ടിലുണ്ടാകും. വൈദ്യസഹായം, സുവിശേഷവൽക്കരണം, പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങിയവയാണ് ബോട്ട് മിഷന്റെ ലക്ഷ്യം. അതിരാവിലെ വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കുന്ന ഒരു ദിവസത്തിൽ ഓരോരുത്തരും അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നു. കുടുംബാംഗങ്ങളെ തങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുക, കുട്ടികളെ സുവിശേഷം അറിയിക്കുക, ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികളെ അനുഗമിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിവയാണ് സിസ്റ്ററിൻ്റെ ചുമതല. വർഷങ്ങളായി ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നവരടക്കം ഏകദേശം 5200 പേർക്ക് ഇതുവരെ വൈദ്യസഹായം നൽകിയ ഹോസ്പിറ്റൽ ബോട്ട് ചില സന്ദർഭങ്ങളിൽ ലളിതമായ ശസ്ത്രക്രിയകളും നടത്തിയിട്ടുണ്ട്. 13-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഫിലിപ്പീൻ സ്വദേശിനിയായ പെൺകുട്ടി നീന റൂയിസ് അബാദിന്റെ നാമകരണ നടപടികളുമായി ബന്ധപ്പെട്ട രൂപതാതല അന്വേഷണം ആരംഭിക്കാൻ അനുമതി നൽകി വത്തിക്കാൻ. നിഹിൽ ഒബ്സ്റ്റാറ്റ് അനുമതി ലഭിച്ചതോടുകൂടി നിന ദേവദാസിയായി അറിയപ്പെടും. ഇതോടുകൂടി പെൺകുട്ടി അംഗമായിരുന്ന ലാവോഗ് രൂപത നീന അസാധാരണ വിശുദ്ധ ജീവിതമാണോ നയിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കും. ദൈവകരുണയുടെ തിരുനാൾ ദിവസമായ ഏപ്രിൽ 7-ാം തീയതി സെന്റ് വില്യം കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചായിരിക്കും നടപടികൾക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കുക. അന്ന് ഇതിനു വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന രൂപതാതല ട്രിബ്യൂണൽ ആദ്യത്തെ കൂടിക്കാഴ്ച നടത്തും. 1979 ഒക്ടോബർ 31-ന് ഹ്യൂസോൺ നഗരത്തിലെ ക്യാപിറ്റോൾ മെഡിക്കൽ സെന്ററിൽ അഭിഭാഷക ദമ്പതികളുടെ മകളായിട്ടാണ് നിന ജനിച്ചത്. അവൾക്ക് 3 വയസ്സ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ അവളുടെ പിതാവ് മരണപ്പെട്ടു. സഹോദരിയായ മേരി ആനിനൊപ്പം വളർന്നു വന്ന നിന വളരെ ചെറുപ്പത്തിൽ തന്നെ ദിവ്യകാരുണ്യത്തോട് വലിയ ഭക്തി പുലർത്തിയിരുന്നു. ഇതിനിടയിലാണ് ഹൈപ്പർട്രോഫിക് കാർഡിയോമിയോപ്പതി എന്ന ഹൃദയ സംബന്ധമായ അസുഖം നീനയ്ക്കുണ്ടെന്ന് തിരിച്ചറിയുന്നത്. ഫാദർ ഡാനി പജറാലിക എന്നൊരു കത്തോലിക്ക വൈദികൻ അവളെ ആദ്യമായി കണ്ട സമയത്ത് പെൺകുട്ടി ആത്മീയമായ ഒരു പ്രത്യേകതയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ദിവ്യകാരണത്തിലുള്ള അവളുടെ തീക്ഷ്ണമായ വിശ്വാസവും ആത്മീയ ചൈതന്യവും അവളെ സഹപാഠികൾക്കിടയിൽ വേറിട്ടതാക്കി. 1993 ഓഗസ്റ്റ് 16-ന് സ്കൂളിലാക്കുമ്പോൾ അവൾക്ക് ഹൃദയാഘാതമുണ്ടായി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒടുവിൽ നിത്യതയിലേക്ക് യാത്രയായിരുന്നു. സൈപ്രസ് ദ്വീപിൽ 3.5 നൂറ്റാണ്ടിന് ശേഷം ലത്തീൻ മെത്രാന്റെ സ്ഥാനാരോഹണം നടന്നു. വിശുദ്ധ നാടിന്റെ ഉത്തരവാദിത്വമുള്ള ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസപ്പലയിൽ നിന്ന് കപ്പുച്ചിൻ സമൂഹാംഗമായ മോൺസിഞ്ഞോർ ബ്രൂണോ വാരിയോനെയാണ് അഭിഷിക്തനായത്. ഫിലോക്സീനിയ കോൺഫറൻസ് സെന്ററിലായിരുന്നു സ്ഥാനാരോഹണം. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീറ്റിന് കീഴിലാണ് സൈപ്രസ് ഉൾപ്പെടെ 5 വികാരിയത്തുകളുള്ളത്. സൈപ്രസ് ദ്വീപിലെ അവസാനത്തെ ലത്തീൻ ബിഷപ്പ് 340 വർഷം മുൻപാണ് മരിച്ചത്. ഇതിനുശേഷം ജെറുസലേം പാത്രിയാർക്കീറ്റിൽ നിന്ന് നേരിട്ടായിരുന്നു മേൽനോട്ടം. ദ്വീപിലെ അവസാനത്തെ ലത്തീൻ ബിഷപ്പ് വിടവാങ്ങി 340 വർഷങ്ങൾക്ക് ശേഷമുള്ള ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും ജെറുസലേം ലത്തീൻ പാത്രിയാർക്കീസിന് ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ല പറഞ്ഞു. വടക്കൻ നൈജീരിയയിൽ ആവർത്തിച്ചുള്ള തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭ. 10 ദിവസത്തിനുള്ളിൽ തട്ടിക്കൊണ്ടുപോകലുകളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായത്. ഈ സംഭവങ്ങളിൽ ഉൾപ്പെടെ ഒരു മാസത്തിനിടെ 564 പേർ തട്ടിക്കൊണ്ടുപോകലുകൾക്ക് ഇരയായി എന്ന് മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ വോൾട്ടർ ടാർക്ക് വെളിപ്പെടുത്തി. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ കൂട്ടമായി തട്ടിക്കൊണ്ടുപോകുന്ന സായുധ സംഘങ്ങളുടെ രീതി പതിവാക്കാൻ അനുവദിക്കരുത് എന്നും ടർക്ക് ഊന്നി പറഞ്ഞു. കഡുന സംസ്ഥാനത്തെ കുരിക നഗരത്തിലെ ഒരു സ്കൂളിൽ നിന്ന് 280-ലധികം വിദ്യാർത്ഥികളും തട്ടിക്കൊണ്ടുപോയ ഇരകളിൽ ഉൾപ്പെടുന്നു. അതേ ദിവസം തന്നെ ബോർണോ സംസ്ഥാനത്ത് വിറക് ശേഖരിക്കുന്നതിനിടയിൽ 200 വ്യക്തികളെയും സായുധ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി. അവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. 2 ദിവസത്തിന് ശേഷം സൊക്കോട്ടോ സംസ്ഥാനത്തെ ഗിദാൻ ബഗുസോ ഗ്രാമത്തിലെ ഒരു കോളേജിൽ നിന്ന് 15 വിദ്യാർത്ഥികളെ കൂടി തട്ടിക്കൊണ്ടുപോയി. കൂടാതെ മാർച്ച് 12-ന് കഡുന സംസ്ഥാനത്തെ കജുരു പ്രദേശത്തെ ഒരു ഗ്രാമത്തിൽ ഏകദേശം 69 പേരെ അവരുടെ വീടുകളിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോകലുകൾക്കും ആക്രമണങ്ങൾക്കും ഉത്തരവാദികളായ സായുധ പ്രവർത്തകരെ തിരിച്ചറിയുകയും നിയമത്തിന് മുന്നിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഊന്നി പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.